ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഖമർ. ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ. ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ. അവിടെ ഇഖ്തറബത്ത് എന്ന് വായിക്കാം. അഖ്തറബത്ത് എന്നല്ല കേട്ടോ. ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ. ഇവിടെ വൻശഖ. ഇവിടെയും ഈ അലിഫുണ്ടല്ലോ, വസുലിൻ്റെ അലിഫാണ്. കൂട്ടി വായിക്കുമ്പോൾ അത് നഷ്ടപ്പെടും. വൻശഖ എന്ന് വായിക്കില്ല, വൻശഖ. ഇവിടെ ഇഖ്തറബത്തി. ഇവിടെ ഇത് തുടങ്ങുന്നത് തന്നെ അതുകൊണ്ടാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ഈ ആയിട്ട് വായിക്കാം. അതും വസുലിൻ്റെ അലിഫാണ്. അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്തറബത്തിസ് സാഅ കൂട്ടി ഓതുമ്പോൾ അതിനുവേണ്ടി അങ്ങനെ ഇട്ടത്. അപ്പോൾ നമുക്ക് കെസറായിട്ട് വായിക്കാം. ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ. وإن يروا آية يعرضوا ويقولوا سحر مستمر. وإن يروا കൂട്ടി വായിക്കുമ്പോൾ وإن يروا آية يعرضوا. ആയത്തൻ يعرضوا കൂട്ടി വായിക്കുമ്പോൾ آية يعرضوا. وإن يروا آية يعرضوا ويقولوا سحر مستمر. سحر مستمر. മുസ്താമിർ എന്നല്ലേ നിർത്തുമ്പോൾ മുസ്താമിർ. അവിടെ റാഞ്ഞ തർക്കീക്കായിട്ട് മുസ്താമിർ എന്ന ആ ഇതാ വരാം, സ്വല വരാം. വയ്യറവ് നൂനേശം യാകുമെന്ന് ഇതാമ്പി കുഞ്ഞ, 10 തന്മേശം യാകുമെന്ന് അവിടെ ഇതാമ്പി കുഞ്ഞ, 9 തന്മേശം മീമൂന്ന് അവിടെ ഇതാമ്പി കുഞ്ഞ. അതായത് ലയിപ്പിച്ച് മണിച്ചു ഉച്ചരിക്കാം. ഈ നൂനിനെ യാവിലേക്ക് ചേർത്ത് സെറ്റ് ചെയ്ത് മണിച്ചു മതി. ഇവിടെ തൻവീനിലെ നൂനിനെ യാവിലേക്ക് ചേർത്ത് സെറ്റ് ചെയ്ത് മണിച്ചു മതി. ഇവിടെ സിഹ്റോൻ എന്നാൽ 9 തൻവീനിലുള്ള നൂനുണ്ടല്ലോ, തൻവീൻ എന്ന് പറഞ്ഞാൽ അധികം വന്ന നൂനാണല്ലോ. ആ നൂനിനെ പിടിച്ചിട്ട് മീമിലേക്ക് ചേർത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. വകദ്ദബൂ വത്തബഉ അഹ്വാഅഹും വകുല്ലു അംരിൻ മുസ്തഖിർ. ഇവിടെ വകദ്ദബൂ വത്തബഉ ആണ്. വത്തബഉ ഇവിടെ അലിഫ് വായിക്കില്ല. വത്തബഉ എന്നല്ല, വത്തബഉ അഹ്വാഅഹും. ഇവിടെ അഹ്വാഅഹും ഇവിടെ മദ്ദുണ്ട്. വാവിനെ നീട്ടാൻ അലിഫ് കൊണ്ടുവന്നു, അതിനുശേഷം ഹംസ വന്നു. അപ്പോൾ മദ്ദക്ഷരം വന്നതിന് ശേഷം ഹംസ വന്നില്ലേ, അവിടെ മദ്ദ് മുത്തസിലാണ്. അപ്പോൾ അവിടെ നീട്ടണം. വകുല്ലു അംരിൻ മുസ്തഖിർ എന്ന് പറഞ്ഞ പോലെ അംരിൻ അവിടെ ശ്രദ്ധിക്കാം. വകദ്ദബൂ വത്തബഉ അഹ്വാഅഹും വകുല്ലു അംരിൻ മുസ്തഖിർ. അവിടെ എന്ന സ്വരമാ വരിക. കാരണം റായി സുക്കൂന് മുമ്പ് കെസ്റാണ്. അപ്പോൾ തർക്കീക്കായിട്ട് നേർപ്പിച്ചു പറയണം. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. വത്തബഉ അഹ്വാഅഹും. ഇവിടെ ഒരു മദ്ദുണ്ട്. വത്തബഉ ആ. ഇവിടെയും അതിന് നീട്ടാൻ വാവ് വന്നു, ശേഷം മറ്റൊരു കലിമത്തിലാണ് ഹംസ വന്നത്. അപ്പോൾ ശ്രദ്ധിക്കാം ഇൻഷാ അല്ലാഹ്.